ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. ഭയങ്കര ടെൻഷനിലാണ്. എന്താണെന്നല്ലേ, രാത്രി ചപ്പാത്തി ഉണ്ടാക്കണം, മാവെടുക്കണം, കുഴയ്ക്കണം, പരത്തണം, ചുടണം. ഉഫ്, വയ്യ. എന്ത് ചെയ്യും? ചപ്പാത്തി മേക്കറുണ്ടോ? നമ്മളെ ഇൻസ്റ്റൻറ്റ് റൊട്ടി മേക്കറേ ഉണ്ടോ വീട്ടിൽ? അതിൻ്റെ പരുവൊന്നും കറക്റ്റ് ആവാത്തതുകൊണ്ട്, പൊള്ളി വരാത്തതുകൊണ്ട് എടുത്ത് മാറ്റി വെച്ചിക്കല്ലേ. എങ്കിൽ അതിനൊക്കെ ഒന്ന് പൊടി തട്ടി റെഡിയാക്കി എടുത്തോ. നമുക്ക് അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ്, നല്ല പൊള്ളി വരുന്ന തരത്തിലുള്ള അടിപൊളി ഒരു ചപ്പാത്തി നമുക്ക് തയ്യാറാക്കാം. ആ മാവൊക്കെ ഒന്ന് സെറ്റാക്കുന്ന ഒരു പരുവവും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി നമുക്ക് ഒരു അടിപൊളി ചപ്പാത്തി തയ്യാറാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്, കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മേക്കറിൽ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് മാവ് ഒന്ന് സെറ്റ് ചെയ്യാം. മാവ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലോണം അരിച്ച മാവാണ് എടുക്കാൻ കേട്ടോ. അതിലെന്തെങ്കിലും തരിതരിപ്പെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി പൊട്ടിപ്പോവുകയും അതിൽ നിന്ന് എയർ പോയി ചപ്പാത്തി പൊള്ളി വരാതെ ഇരിക്കുകയും, അതുകൊണ്ട് നല്ലോണം അരിച്ചെടുത്ത മാവാണ് എടുക്കാൻ. ഇനി നമ്മൾ മാവ് എടുത്ത് അതേ സെയിം കപ്പിൽ തന്നെ നമ്മൾ കറക്റ്റ് 1 കപ്പ് സാദാ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മാവ് നല്ലോണം ഒന്ന് സെറ്റാക്കി എടുക്കാമേ. നമ്മുടെ സാധാരണ ചപ്പാത്തിയുടെ പരുവത്തിനല്ല കേട്ടോ നമുക്കിത് വേണ്ടത്. അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കുന്ന മാവിന് വേണ്ടത് കേട്ടോ. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് ഈ ചപ്പാത്തി മേക്കർ വാങ്ങിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി എടുക്കാമല്ലോ എന്നൊക്കെ കരുതിയാണ് വാങ്ങിച്ചത്. പക്ഷേ വാങ്ങിച്ച് നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് അതിൽ വെച്ച് മാവൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ നോക്കി. പക്ഷേ നമ്മൾ ഹാർഡായിട്ടുള്ള ചപ്പാത്തിയും പൊള്ളി വരാത്ത തരത്തിലുള്ള ചപ്പാത്തിയൊക്കെയാണ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ ദിവസം അങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീടാണ് വിചാരിച്ച് എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ അത് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് തയ്യാറാക്കാനായിട്ടുള്ള ഒരു മെത്തേഡും ഉണ്ട് അല്ലേ. അപ്പോൾ ആ മെത്തേഡ് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ 2-3 ദിവസത്തെ ഒരു പരിശീലനത്തിൻ്റെ ഇടയിലാണ് എനിക്കിത് അങ്ങോട്ടൊന്ന് സെറ്റായത് കേട്ടോ. കുറച്ച് ദിവസം ഞാൻ ഒന്ന് റെഡിയാക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. ആദ്യം 1-2 ദിവസം ഒന്ന് ഫ്ലോപ്പായി പോയി. പിന്നെ അതൊന്ന് ശരിയാക്കി വന്നപ്പോഴത്തേക്കും കറക്റ്റ് അതിൻ്റെ ബാറ്ററും കാര്യങ്ങളൊക്കെ കറക്റ്റായി. ഇപ്പം നല്ല പൊള്ളി വരുന്ന നല്ല അടിപൊളി ചപ്പാത്തി കിട്ടും കേട്ടോ. അപ്പോഴാണ് വിചാരിച്ചപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കേട്ടോ. എൻ്റെ കയ്യിൽ ഈ സാധനം ഇരിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഇതിൻ്റെ മാവ് കറക്റ്റ് ആവുന്നുണ്ടോടി, ഇതെങ്ങനെയാണ് ശരിയാവുന്നില്ലല്ലോ, നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഇത് ചെയ്ത് നോക്കാം എന്നൊരു ഐഡിയയിലാണ് സത്യം പറഞ്ഞാൽ ഇതൊന്നോട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മളിത് ആ മാവെല്ലാം ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തതിൽ ഏകദേശം 1/4 കപ്പ്, ഏകദേശം നല്ല കറക്റ്റ് 1/4 കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് കണ്ടല്ലോ ഒട്ടി വരുന്ന ഒരു പരുവമാണ്. നമ്മളിനി ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ആ ബൗളിൽ നിന്ന് ആ ഒട്ടി വരുന്ന ഒരു പരുവമൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതാ കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. ഇപ്പം നമ്മൾ ബൗളിലൊന്നും ഒട്ടാതെ കറക്റ്റായിട്ട് റൗണ്ടായിട്ട് വരുന്ന കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് നമ്മളൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഓക്കെ ആകും കേട്ടോ. വളരെ എളുപ്പമാണ് നമ്മൾ ചപ്പാത്തി മേക്കറിൽ ഉണ്ടാക്കാനായിട്ട്. നമ്മളിങ്ങനെ മാവൊന്ന് സെറ്റാക്കി എടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെന്താ പ്രത്യേകം ഒന്ന് പരത്തണ്ട, ചുടണ്ട, ഇത് നമ്മളൊന്ന് റെഡിയാക്കി ഒന്ന് വെച്ച് കൊടുത്താൽ അത് തന്നെ ചുട്ട് റെഡിയാക്കി ഇങ്ങ് തരും. അതല്ലേ നമുക്ക് എളുപ്പം. അപ്പോൾ അത് ആ മാവൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ 1 കപ്പിൽ കറക്റ്റ് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ബാക്കി 1/4 കപ്പ് വെള്ളം മാത്രമേ വെച്ചുള്ളൂ. അപ്പോൾ നമ്മളെ മാവ് റെഡിയാക്കി നമുക്കൊരു 10-15 വേണ്ട, ഒരു അരമണിക്കൂർ നമുക്കതൊന്ന് സെറ്റാക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ. നമുക്ക് പെട്ടെന്ന് വേണമെങ്കിലും തയ്യാറാക്കാം, എന്നാലും മാവൊന്ന് റെഡിയായി വരുന്നതല്ലേ നമുക്ക് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഒരു അരമണിക്കൂർ നമുക്കതൊന്ന് സെറ്റാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതൊന്ന് റെഡിയായി വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചപ്പാത്തി മേക്കർ ഒന്ന് പരിചയപ്പെടുത്താമേ. എൻ്റെ കയ്യിലുള്ളത് പ്രീമിയറിൻ്റെ ഇൻസ്റ്റൻറ്റ് റൊട്ടി മേക്കറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ചെയ്തിട്ടുണ്ട്. പൂരി നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതിൽ വെച്ച് ഇതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ദോശയും ചുട്ടെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചുവപ്പ് ലൈറ്റ് ഉണ്ടല്ലോ, ഈ സൈഡിലായിട്ട് ഒരു ചുവപ്പ് ലൈറ്റ് ഉണ്ട്, ഇത് കത്തും കേട്ടോ, കണ്ടല്ലോ കത്തിക്കഴിഞ്ഞ്. ഇനി ഒരു 10 മിനിറ്റ് എടുക്കും ഇത് ഒന്ന് ഓഫ് ആവാനായിട്ട്. ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് ചപ്പാത്തി ചുടാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഓഫായി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ മെഷീൻ ചപ്പാത്തി ചുടാനായിട്ട് റെഡി ആവുന്നത്. അപ്പോൾ നമുക്ക് ആ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചപ്പാത്തിയൊക്കെ നമുക്കൊന്ന് ചെറിയ ബൗളാക്കി റൗണ്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് ബൗളാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ച് നല്ലോണം ഒന്ന് റെഡിയാക്കി എടുക്കണേ. ഇനി അഥവാ ചെറിയ ഒട്ടൽ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബൗളാക്കി മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ചെറിയ ചെറിയ ബൗളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ വേണം കേട്ടോ, കാരണം നമ്മൾ ഈ ബൗളാക്കിയതിന് ശേഷം ചെറുതായിട്ട് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം വേണം നമുക്ക് ചപ്പാത്തി ചുടാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ മെഷീനിലെ ലൈറ്റൊക്കെ ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടു തുടങ്ങാം. അപ്പോൾ നമ്മൾ ബൗളാക്കി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി എടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലോട്ട് ഇട്ട് അതും ചെറുതായിട്ടൊന്ന് ബൗളാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിലെ നടുക്ക് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി പ്രസ്സിൻ്റെ നടുക്ക് വെക്കരുത്, അതിനേക്കാളും കുറച്ച് മുകളിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ അടപ്പൊന്ന് അടച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വലിയ ബലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആ സമയം നമ്മൾ അതിനെ തിരിച്ചിട്ട് അപ്പുറത്തും നമ്മുടെ അതേപോലെ നമ്മുടെ ചെറിയ കുമിള വരുന്ന സമയത്തും വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചപ്പാത്തി മേക്കറിൻ്റെ ഒരു അടപ്പ് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്താൽ മതിയേ. ഇതാ കണ്ടല്ലോ, അപ്പുറത്തെ സൈഡും കുമ്പള വന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ പൊങ്ങി, നമ്മുടെ ഈ അടപ്പിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി റെഡിയായിട്ട് വരും കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളി നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഇത് ആ ബൗളെടുത്ത് നമ്മൾ ഗോതമ്പ് പൊടിയിലൊട്ടിട്ടു, ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തു. ഇനി നമ്മുടെ വിരലിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ ചപ്പാത്തി മേക്കറിന് നടുക്ക് വയ്ക്കാതെ തൊട്ട് മുകളിലായിട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഒരു സൈഡ് വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, മറിച്ചിടണം. അപ്പുറത്തെ സൈഡും കൂടെ ജസ്റ്റ് ഒന്ന് ചെറിയ കുമിളകൾ വന്നു തുടങ്ങും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ ചെറിയ കുമിളകൾ വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡും കൂടെ എടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് വീണ്ടും മറിച്ചിട്ടതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അടപ്പൊന്ന് അതിലോട്ടൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ അടച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തി ഇതേപോലെ പൊങ്ങി അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിൽ ചപ്പാത്തി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നവരെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. കണ്ടല്ലോ, ഇതാണ് ചപ്പാത്തി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി, 2 ലെയർ ആയിട്ടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചപ്പാത്തി മേക്കർ മാറ്റി വെച്ചിരിക്കുന്നവരൊക്കെ ഇന്ന് എന്നെ എടുത്തൊന്ന് സെറ്റാക്കി റെഡിയാക്കാൻ നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.